ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമ വചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റേമ വചനത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വചനത്തിലൂടെ ഞങ്ങളടുത്ത് സംസാരിക്കണമേ. ഇന്നത്തെ ഈ ദിവസത്തെ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാനും യേശുവിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനും ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനമാകുന്ന യേശുവിനെ ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ പൗത്രീകരിക്കണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാൻ അമ്മ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇന്നത്തെ വചനം കണ്ടെത്താം. അപ്പോൾ നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിളിൽ നിന്നാണ്. ഇതൊരു ഇംഗ്ലീഷിലുള്ള ഒരു പോക്കറ്റ് എഡിഷൻ ബൈബിളാണ്. ഇതിൽ സങ്കീർത്തനങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്, പുതിയ നിയമം മുഴുവനുണ്ട്. ഇത്രയും ഭാഗത്തു നിന്നാണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. കണ്ടെത്തിയ വചനം നമ്മൾ മലയാളത്തിൽ തന്നെയാണ് വായിക്കുന്നത്. അതിനുവേണ്ടി മൊബൈലിലുള്ള ഒരു മലയാളം POCയുടെ ബൈബിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ബൈബിളിൽ നിന്ന് നമ്മൾ വചനം കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇന്ന് വചനം കണ്ടെത്തുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 12-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനത്തിലെ 12:7. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ഇത് കാരാഗ്രഹത്തിലെ ഒരു സിറ്റുവേഷൻ ഇതാണ്. യാക്കോബ് സ്ലീഹനെ വധിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഹെറോദോസിന് മനസ്സിലായി യഹൂദരെ ഇത് പ്രീതിപ്പെടുത്തുന്നു. അപ്പോൾ നേരെ പത്രോസ് സ്ലീഹനെ പിടിച്ചു, ജയിലിൽ കൊണ്ട് അടച്ചു. 4 ഷിഫ്റ്റ് വെച്ചിട്ട് 4 പേര് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജയിലിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. ദൂതൻ വന്നു, കൈവന്ന് ചങ്ങല തന്നെ അഴിഞ്ഞു വീണു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിനും ഒരു പ്രതിബന്ധവും നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. ദൈവത്തിന് എല്ലാവരും സാക്ഷികളായി തീരട്ടെ. ആമേൻ.